Stories of marketing in touch with positive people. ഞാനെന്ന വ്യക്തി എന്തിനായിരിക്കും റീറ്റെയിൽ ഷോപ്പിലേക്ക് വരുന്നത്? ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷനായിട്ടാണ്. ആ സൊല്യൂഷനായിട്ട് ആ റീറ്റെയിൽ ഷോപ്പിലേക്ക് കയറി വരുമ്പോൾ അയാൾ ആഗ്രഹിക്കുന്നത്, ആ കസ്റ്റമർ ആഗ്രഹിക്കുന്നത് എൻ്റെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ആ ഷോപ്പിൽ നിന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെയാണ്. അതിന് റിവാർഡ് കൊടുത്തുകൊണ്ട് എൻ്റെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഞാൻ ആ ഷോപ്പിൽ നിന്ന് സ്വീകരിക്കാൻ തയ്യാറാണ്. ആ മനസ്സോടുകൂടി തന്നെയാണ് ഒരു റീറ്റെയിൽ ഷോപ്പിലേക്ക് കയറി വരുന്നത്. ഇവിടെ ബിസിനസ് കുറവ്, കച്ചവടം കുറവ് എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മൾ നല്ലപോലെ കസ്റ്റമറെ സർവീസ് ചെയ്യാൻ തയ്യാറായിരിക്കണം. സർവീസ് ഏറ്റവും ബെസ്റ്റായ കാര്യമാണ്. എല്ലാവരും ഈ ലോകം തന്നെ ഈ മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്നത് എനിക്ക് നല്ലൊരു സർവീസ് ആ ഷോപ്പിൽ നിന്ന് കിട്ടണം. എനിക്ക് എൻ്റെ ഭാഗത്തു നിന്നും വളരെയധികം ഡൗട്ട്സുകളുണ്ട്. ആ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്ത് നല്ലൊരു പെരുമാറ്റം, നല്ല പെരുമാറ്റ ശൈലി ആ റീറ്റെയിൽ ഷോപ്പിൽ നിന്നും ആ സ്റ്റാഫുകളിൽ നിന്നും എനിക്ക് കിട്ടണം എന്ന് ഉറപ്പായിട്ടും ഒരു കസ്റ്റമർ ആഗ്രഹിക്കും. ഞാനും ആഗ്രഹിക്കും. ഞാനൊരു റീറ്റെയിൽ ഷോപ്പിലേക്ക് പർച്ചേസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ എനിക്ക് പല ഡൗട്ട്സുകൾ ഉണ്ടാവാം. ഞാൻ പല കാര്യവും അവരോട് ചോദിക്കും. അതിനൊക്കെ സംയമനത്തോടെ, ക്ഷമയോടെ അവർ മറുപടി പറയേണ്ടി വരും. കസ്റ്റമറുടെ പ്രശ്നം അവർ നിങ്ങളുടെ മുന്നിൽ അറിയിക്കുമ്പോൾ അവരുടെ പ്രശ്നം, അവരുടെ പ്രോബ്ലത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം. റീറ്റെയിൽ ഷോപ്പുകാരന് കഴിയണം. അങ്ങനെ റീറ്റെയിൽ ഷോപ്പുകാരന് കഴിയണമെങ്കിൽ അയാളുടെ ഭാഷ, അയാളുടെ പെരുമാറ്റം, അയാളുടെ ബോഡി ലാംഗ്വേജ് അതൊക്കെ വളരെയധികം അട്രാക്റ്റീവ് ആവണം. കടുപ്പിച്ച് വോയിസൊക്കെ വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കണം. കടുപ്പിച്ചൊന്നും സംസാരിക്കരുത് കസ്റ്റമറോട്. അവർ ചിലപ്പോൾ കടുപ്പിച്ച ആ രീതിയിൽ സംസാരിച്ചാൽ പോലും, അവരുടെ ഫ്രസ്ട്രേഷൻ കൊണ്ട് അവർ അങ്ങനെ സംസാരിച്ചാൽ പോലും, അയാൾ എന്തിനാണ് ഷോപ്പിലേക്ക് കയറി വന്നിരിക്കുന്നത്? അയാൾ പർച്ചേസിങ് പവറായിട്ടാണ് ഷോപ്പിലേക്ക് കയറി വന്നിരിക്കുന്നത്. നിങ്ങൾ ആ ഷോപ്പിൽ എന്തിനാണ് നിങ്ങൾ സെയിൽസ് സ്റ്റാഫ് എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നത്? ആ വരുന്ന കസ്റ്റമറെ കൺവേർട്ട് ചെയ്ത് നിങ്ങളൊരു വിൽപ്പനക്കാരനായിട്ടാണ് ഇരിക്കുന്നത്. ഒരു വിൽപ്പനക്കാരന് വേണ്ട മര്യാദ ആ പ്രോഡക്റ്റ് വിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ വിൽക്കാൻ എങ്ങനെ ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റും? ഉറപ്പായിട്ടും നല്ല ബിഹേവിങ് ഹാബിറ്റ് ഉണ്ടായിരിക്കണം. ഈ കാലഘട്ടത്തിൽ ബിസിനസ്സൊക്കെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഷോപ്പിലേക്ക് കയറി വരുന്ന ഒരു കസ്റ്റമറും പ്രോഡക്റ്റ് വാങ്ങിക്കാതെ പോകരുത് എന്നുള്ള നിശ്ചയദാർഢ്യത്തോടെ നമ്മൾ നമ്മുടെ ജോലിയിൽ സിൻസിയർ ആയിരിക്കുക. ആത്മാർത്ഥമായിട്ട്, കോൺഫിഡൻസ് ആയിട്ട് ആ കസ്റ്റമറെ കൺവേർട്ട് ചെയ്യാൻ പറ്റണം. ഞാൻ ഒരു വിൽപ്പനക്കാരനാണ്, ഞാൻ ഇരിക്കുന്നത് ഈ പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കയ്യിൽ ഈ പെന്നുണ്ടെങ്കിൽ ഈ പെൻ വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. എൻ്റെ മുന്നിൽ ഒരു പെൻ അന്വേഷിച്ച് വരുന്ന കസ്റ്റമർ അത് ഒരു നീല പെന്നാണ് ചോദിക്കുന്നെങ്കിൽ പോലും ഈ റെഡ് പെൻ നല്ല പെന്നാണ്, ഇത് ഉപയോഗിച്ച് നോക്കൂ, ഇതൊന്ന് എടുത്ത് എഴുതി നോക്കൂ, നല്ല ക്ലാരിറ്റിയാണ്, സ്മൂത്ത്നെസ് ഉണ്ട്, കൊണ്ടു നടക്കാൻ എളുപ്പമാണ്. ആ രീതിയിൽ ആ കസ്റ്റമറെ കൺവേർട്ട് ചെയ്ത് ആ പ്രോഡക്റ്റ് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ചിലപ്പോൾ ആ കസ്റ്റമർ എനിക്ക് ബ്ലൂ പെൻ തന്നെ വേണമെന്ന് പറയും. അല്ല, ബ്ലൂ പെൻ പോലെ തന്നെയാണ് ഈ പെൻ, നല്ല ക്വാളിറ്റി പെന്നാണ്. നിറത്തിൽ എന്താണ് കാര്യം? റൈറ്റിങ്ങിലും അത് കൊണ്ടു നടക്കാനുള്ള ഫീസിബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഒരു പെന്ന് പേപ്പറിൽ മഷി പരക്കാതിരിക്കണം, അല്ലേ? അപ്പോൾ നന്നായിട്ട് എഴുതാൻ സാധിക്കും. അങ്ങനെയുള്ള അതിൻ്റെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞ് അപ്പൊ കളർ അവിടെ നമ്മൾ മാറ്റിയെടുക്കുകയാണ്. കളറിനേക്കാൾ ഉപരിയായിട്ട് നല്ലൊരു കളറുള്ള പെൻ കിട്ടിയാലും എഴുതാൻ സാധിച്ചില്ലെങ്കിൽ, സ്മൂത്ത്നെസ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ മഷി നമ്മുടെ കൈകളിലേക്ക് പടരുമെങ്കിൽ കളർ കൊണ്ട് എന്ത് കാര്യം? ക്വാളിറ്റി കൊണ്ടാണ് കാര്യം. അങ്ങനെ കസ്റ്റമറെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് നല്ല ബിഹേവിങ് ഹാബിറ്റ് ഉണ്ടാവണം. പെരുമാറ്റം നന്നായിരിക്കണം. സെയിൽസ്മാന്റെ പെരുമാറ്റം വളരെ നന്നായിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം. അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി സ്മൈലായിട്ട് നല്ല ഫേഷ്യൽ എക്സ്പ്രഷൻ വരുത്തി, നല്ല ബോഡി ലാംഗ്വേജോടെ അയാളെ റെസ്പെക്റ്റ് ചെയ്ത് സംസാരിക്കാൻ ആദ്യം പഠിക്കണം. കസ്റ്റമർ എവിടെയും പോവില്ല. അയാൾ ഉദ്ദേശിച്ച പ്രോഡക്റ്റ് വേറൊരു ബ്രാൻഡ് ആണെങ്കിൽ പോലും,
വേറൊരു ബ്രാൻഡിന് വേണ്ടിയാണ് അയാൾ ആ റീറ്റെയിൽ ഷോപ്പിലേക്ക് വന്നതെങ്കിൽ പോലും നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, നിങ്ങളുടെ സ്മൈൽ, നിങ്ങളുടെ ഫേസിലെ എക്സ്പ്രഷൻ, അയാളെ ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ഇരിക്കൂ സാർ എന്ന് പറഞ്ഞ റെസ്പെക്റ്റോടെ കാര്യങ്ങൾ ചെയ്താൽ അയാൾ ആ ബ്രാൻഡ് തന്നെ എടുക്കും. നിങ്ങൾ ഉറപ്പ് കൊടുക്കുകയാണ്, സാർ ഇത് കൊണ്ടുപോയിക്കൊള്ളൂ, ഞങ്ങൾ ഗ്യാരണ്ടി ഉണ്ട്, ഞങ്ങൾ ഈ റീറ്റെയിൽ ഷോപ്പായിട്ട് വർഷങ്ങളായി ഇവിടെ നിൽക്കുന്നു, അതിൻ്റെ ഒപ്പം സപ്പോർട്ടായിട്ട് ഓണർ കൂടി പറഞ്ഞാൽ അവിടെ അയാൾ പർച്ചേസ് ചെയ്തുകൊണ്ട് പോകും. അപ്പൊ അതുകൊണ്ട് ഈ ചെറിയ എപ്പിസോഡിൽ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിച്ച കാര്യം, റീറ്റെയിൽ ഷോപ്പിന്റെ ഓണറും അവിടുത്തെ സ്റ്റാഫുകളും അവിടെ അക്കൗണ്ട്സിലുള്ളവരും സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലും മാർക്കറ്റിങ്ങിലും അവിടെ സ്റ്റാഫുകൾ ആരും ആയിക്കോട്ടെ, എല്ലാവരും നല്ല ബിഹേവിങ് ഹാബിറ്റോടെ ബഹുമാനത്തോടെ കസ്റ്റമറെ കാണാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് സെയിൽസ് സ്റ്റാഫുകളും അതിൻ്റെ ഓണറും കസ്റ്റമറുടെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അവരുടെ ഇഷ്യൂകൾ പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോയാൽ മാത്രമേ കസ്റ്റമർ റീടെൻഷൻ നിലനിർത്താനും ആ കസ്റ്റമറെ വീണ്ടും പർച്ചേസ് ചെയ്യാൻ നിങ്ങളുടെ ഷോപ്പിലേക്ക് തന്നെ കൊണ്ടുവരണമെങ്കിൽ നല്ല ബിഹേവിങ് ഹാബിറ്റ് ശീലിക്കേണ്ടതുണ്ട്. ഇന്ന് മോഡേൺ മാർക്കറ്റിങ്ങിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നിൽക്കുന്ന വലിയൊരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. ഒരു റീറ്റെയിൽ ഷോപ്പിലേക്ക് കസ്റ്റമർ കയറണമെങ്കിൽ, അവർ പർച്ചേസ് ചെയ്യണമെങ്കിൽ നല്ല ബിഹേവിങ് ഹാബിറ്റ്, നല്ല പെരുമാറ്റം കാഴ്ചവച്ചേ മതിയാകൂ അവരെ നിലനിർത്തി കൊണ്ടുപോകാൻ. ഓൾ ദ ബെസ്റ്റ്.